അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, സാദാത്തുക്കളെ, മറ്റ് സദസ്സിൽ അണിനിരന്ന സ്നേഹ സുഹൃത്തുക്കളെ, സഹോദരന്മാർ, ഇവിടെ ഇങ്ങനെ ഒരു സംഗമം നടക്കാൻ കാരണമായത് ഞാൻ വിശദീകരിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിനെതിരിൽ ഇവിടെ ചില കുബുദ്ധികൾ വന്നപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ ഇവിടെ രൂപം കൊണ്ടത്. 921 വരെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും താബിഈകളും താബിഈകളും അതിനുശേഷമുള്ള ഇമാമുകളും മഹാന്മാരുമൊക്കെ കാണിച്ചു തന്ന പാതയിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാതെ ഒരൊറ്റ ആശയത്തിൽ നിലകൊള്ളുന്ന സമൂഹമാണ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്. 921 ശേഷമാണ് ഇവിടെ പുതിയ ആശയങ്ങളും വികലമായ ചിന്തകളും വന്നത് എന്ന് നമുക്കറിയാം. അതെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, 1111 ജനിച്ച് 1206 മരണപ്പെട്ട ഏതാണ്ട് 95 വർഷം ജീവിച്ച അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലില്ലാഹിൽ ഹംദ്. സംസ്ഥ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നെല്ലായ കുഞ്ഞു മുഹമ്മദ് സുലിയാർ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജറ വർഷം 1111 ജനിച്ച് 1206 മരണപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ നിന്ന് ഉദിച്ച ആശയങ്ങളാണ് ഈ വഹാബിസം എന്ന് പറയുന്നത്. അതിനു മുമ്പ് അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇവിടെ ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. വേറെ ചില തരീഖത്തും മറ്റു വിഷയങ്ങളും വ്യതിചലനങ്ങളും മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ആശയം തുടങ്ങിയത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നാണ്. ആ ആശയം അത് ഉത്തരേന്ത്യയിൽ അറബ് രാജ്യങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇവിടെ 921 ലഹള പൊട്ടിപ്പുറപ്പെടുന്നത്. ആ സമയത്ത് ഇവിടെ ഈ ലഹളയിൽ നിന്ന് ഒഴിവായി സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുത്ത് കൊടുങ്ങല്ലൂരിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ പോയി. അവിടെ നിന്ന് അവർ ഈ അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ വരുത്തുകയും അതവിടെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ലഹള അവസാനിച്ചപ്പോൾ അവർ വീണ്ടും മലബാറിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർ പുതിയ ആശയവുമായിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ ആശയം വരുന്നത്. അന്ന് മുതൽ ഇത് അതുവരെ
ദീനി പ്രവർത്തനം നടത്തിയിരുന്ന നമ്മുടെ കേരളത്തിൽ അത് വ്യക്തിയെ അവലംബമാക്കിക്കൊണ്ടാണ് ദീനി പ്രവർത്തനങ്ങൾ നടന്നിരുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ഉമർ ഖാദി, അങ്ങനെ കോഴിക്കോട് ഖാദിമാർ, പൊന്നാനി മഖദൂമിങ്ങൾ, ഇവരൊക്കെ വ്യക്തിപരമായി ഓരോ മഹലിൻ്റെ സ്ഥാനങ്ങളിൽ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ദീനി പ്രവർത്തനം നടന്നിരുന്ന കാലം സംഘടിതമായ ഒരു പ്രവർത്തനം വന്നില്ല. ആ കാലത്താണ് ഇവിടെ ഈ പുതിയ ആശയം വന്നുകൊണ്ട് ഒരു ഐക്യസംഘം എന്ന് പറഞ്ഞ പേരിൽ ഒരു സംഘടനയുണ്ടാക്കി അവർ പ്രവർത്തനം തുടങ്ങി. പക്ഷേ അതിവിടെ വേര് പിടിച്ചില്ല. നമ്മുടെ പണ്ഡിതന്മാർ അത് മണത്തറിയുകയും വ്യക്തികളിൽ കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് അത് തടയാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പണ്ഡിതന്മാർ അവർ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിച്ച് അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ ഇത് രൂപീകരിച്ച ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വഹാബി സിദ്ധാന്തം, പുത്തനാശയം ഇസ്ലാമിൽ കടന്നുകൂടി വൈകല്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനെ തടഞ്ഞു നിർത്തി ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിനെ വിശ്വാസപരമായും കർമ്മപരമായും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇന്നും അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ചില കാലങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഈ ശത്രുത മുന്നേറുമ്പോൾ അവിടെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പല പരിപാടികളും നമ്മൾ നടത്തും. ഇത് സാധാരണ പതിവാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറച്ച് കുറഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പോൾ ജമിയത്തുൽ മുദരിസീൻ മറ്റ് സംഘടനകൾക്ക് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ ജമിയത്തുൽ മുഅല്ലിമീൻ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഇന്നിവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ പ്രവർത്തനം 3 മാസത്തെ പ്രവർത്തനമാണ്. ഇതിനു മുമ്പ് നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീൻ അല്ല, അവരെ താഴെയുള്ള മറ്റൊരു സംഘടന SKSSF കഴിഞ്ഞ വർഷത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ പല സ്ഥലങ്ങളിലും വെച്ച് നടത്തുകയുണ്ടായി. ആദർശ സംരക്ഷണത്തിൻ്റെ വിഷയത്തിൽ കുറേ നടന്നു. അതുകൊണ്ട് കുറേ മാറ്റങ്ങളുണ്ടായി. പിന്നെ എല്ലാം നിശ്ചലമായി. ഇപ്പോൾ വീണ്ടും അതിങ്ങനെ പൊന്തി വരികയാണ് പല സ്ഥലങ്ങളിലും. അങ്ങനെ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുക എന്നതാണ് സമസ്തയുടെ ലക്ഷ്യം. പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം അതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കാലത്തിനനുസരിച്ച് വളർന്നു വലുതാകുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ വിദ്യാഭ്യാസ ബോർഡും മറ്റ് ജമിയത്തുൽ മുഅല്ലിമീനും എല്ലാ പ്രവർത്തനങ്ങളും പിന്നുണ്ടാകുന്നതാണ്. രൂപീകരിച്ച സമയത്ത് പ്രഥമമായും പുതിയ ആശയങ്ങൾ, വികലമായ ചിന്താഗതികൾ, വ്യാജ തെരീക്കത്തുകൾ തുടങ്ങിയുള്ള വ്യാജമായ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിനെതിരിൽ വന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് സമസ്തക്കുണ്ടായിരുന്നത്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനമായി കൊണ്ടാണ് ഇന്ന് ഇവിടെ നാം സമ്മേളിച്ചിരിക്കുന്നത്. ഇത് സമസ്തയുടെ തുടങ്ങുമ്പോഴുള്ള അതേ ലക്ഷ്യം തന്നെയാണ് നാം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരിപാടി എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല, വളരെ വിശദമായി പറയാൻ അർഹരായ അതിൻ്റെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇവിടെ സ്റ്റേജിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തു, ആ പുണ്യം നേടി എന്ന ലക്ഷ്യത്തോടുകൂടെ 2 വാക്ക് സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മക്കളെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.